ഈ ഫ്രൂട്ട് കണ്ടല്ലോ, ഇതൊരു തരം ഗ്രേപ്സാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഗ്രേപ്സ് കാണുന്നത്. ഏകദേശം 10-30 ഐറ്റം ഗ്രേപ്സ് ഉണ്ടെന്നാണ് ഗൂഗിൾ പറയുന്നത്. ലോകത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും പല ഐറ്റം ഗ്രേപ്സ് വളരുന്നുണ്ട്. പല രുചിയുള്ള ഗ്രേപ്സ് ഉണ്ട്, പല നിറത്തിലുള്ളതുണ്ട്, വിത്തുള്ളതുണ്ട്, വിത്തില്ലാത്തതുണ്ട്. അങ്ങനെ പല ഐറ്റം ഗ്രേപ്സ് ഉണ്ടെങ്കിലും ഈ പച്ച കളറിലുള്ള ഇത്രയും വലിപ്പമുള്ള ഇങ്ങനെയുള്ളൊരു ഗ്രേപ്സ് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിൻ്റെ പേര് വ്യക്തമായിട്ട് അറിയില്ല. അവിടെ കടക്കാർ പറഞ്ഞത് ബോൾട്ട് ഗ്രേപ്സ് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഗൂഗിളിൽ അങ്ങനെ സെർച്ച് ചെയ്തിട്ട് അങ്ങനെ ഒരു സാധനം കാണാനുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ പേരറിയാമെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണം. ഇത് സാധാരണ ഗ്രേപ്സിനേക്കാൾ വലിപ്പമുണ്ട്. അതിൻ്റെ തോലിങ്ങനെ പൊളിച്ചെടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, മധുരമുണ്ട്. കടക്കാർ പറഞ്ഞത് ഇത് ഫ്രിഡ്ജിൽ വെച്ച് ചില്ലാക്കി നല്ല തണുപ്പിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ തണുപ്പിച്ചില്ല, അല്ലാതെയാണ് ഞങ്ങൾ കഴിച്ചത്. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് മറ്റേ സാധാ ഗ്രേപ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ വലിപ്പം മനസ്സിലാവും. ഇത് പെട്ടെന്ന് അതിൻ്റെ വലിപ്പം മനസ്സിലാവില്ല. ഞാൻ പച്ച കളറുള്ള പ്ലം എല്ലാം ആയിരിക്കും എന്നുള്ള ചിന്തയിലാണിത് വില ചോദിച്ചത്. അത്യാവശ്യം നല്ല വിലയുമുണ്ട്. 1 കിലോയ്ക്ക് 440 രൂപയാണ് വില പറഞ്ഞത്. ഇത് ഇത്രയും ഗ്രേപ്സ് 1 കിലോ ആണ്. കണ്ടോ, അതിൻ്റെ വ്യത്യാസം മനസ്സിലാവില്ല. സാധാ ഒരു ഗ്രേപ്സും ഇതിന് തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്. അപ്പോൾ നല്ല വെയിറ്റ് ഉണ്ട്. പൊതുവേ നമ്മുടെ നാട്ടിൽ 2-3 ഐറ്റം ഗ്രേപ്സാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ വെറൈറ്റീസ് കുറവായിരിക്കുമ്പം ഒരു പുതിയൊരു ഐറ്റം വരുമ്പോൾ ഒന്ന് വാങ്ങിച്ച് ടേസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഇത് ആരോഗ്യപരമായിട്ട് വളരെ ഗുണമുണ്ടെന്നാണ് ഗ്രേപ്സിനെ കുറിച്ച് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഈ ലോകത്തെ ആയുസ് കൂടിയ ബ്ലൂ സോൺ എന്ന് പറയുന്ന മേഖലകളിലൊക്കെ ഒരുപാട് വളരുന്ന ഫ്രൂട്ട്സിലൊന്നാണ് ഈ ഗ്രേപ്സ്. അതുകൊണ്ട് തന്നെ ഗ്രേപ്സ് ഒരു പുതിയ വെറൈറ്റി വന്നാൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ വാങ്ങിച്ച് കഴിക്കാൻ.